ലോകം പലതവണ രക്തം കൊണ്ട് കുളിച്ചിട്ടുണ്ട്. യുദ്ധങ്ങളുടെ ചരിത്രം മനുഷ്യന്റെ നാഗരികതയോളം പഴക്കമുള്ളതാണ്. കല്ലും കുന്തവും ആണവായുധങ്ങളും ഡ്രോണുകളും വരെ മനുഷ്യൻ തന്റെ ആയുധങ്ങൾ മെനച്ചെടുത്തപ്പോൾ യുദ്ധം വെറുമൊരു സംഘർഷം മാത്രമല്ല, ഒരു വൻ വ്യവസായമായി മാറി, ഒരു ബിസിനസ്സായി മാറി. ഇന്ന് ലോകത്തിന്റെ മുക്കിലും മൂലയിലും നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, യുദ്ധങ്ങൾ, കലാപങ്ങൾ ഇവയെല്ലാം ഒരു സങ്കീർണമായ ആയുധ വിപണിയുടെ കെട്ടുറപ്പിലാണ് നിലനിൽക്കുന്നത്. തോക്കുകൾ, ബോംബുകൾ, മിസൈലുകൾ, വെടിയുണ്ടകൾ ഇവയൊക്കെ എവിടെ നിന്നാണ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആർക്കാണ് ഇതിന്റെ ലാഭം? എന്താണ് ആധുനിക ഈ ആയുധ കച്ചവടത്തിന്റെ യഥാർത്ഥ മുഖം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുമ്പോൾ യുദ്ധം എന്നത് ഒരു ബിസിനസിന്റെ രക്തം ചിന്തുന്ന മുഖമാണെന്ന് നമുക്ക് വ്യക്തമാകും. ലോകത്തിന്റെ ചരിത്രത്തിൽ യുദ്ധങ്ങൾ എപ്പോഴും ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ആയുധ കച്ചവടം അതിന്റെ എല്ലാ രൂപങ്ങളിലും നിയമപരവും നിയമവിരുദ്ധവുമായ ലോക സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകമാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2003 കണക്കുകൾ പ്രകാരം ആഗോള ആയുധ വിപണിയുടെ മൂല്യം $600 ബില്യൺ മുകളിലാണ്. ഈ തുകയിൽ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നത് ലോകത്തിലെ പ്രധാന ശക്തികളായ അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, UK തുടങ്ങിയ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ടാങ്കുകൾ, മിസൈലുകൾ എന്നിവ സ്വന്തം സൈന്യങ്ങൾക്ക് മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്കും വിൽക്കുന്നു. എന്നാൽ ഈ ആയുധങ്ങൾ എങ്ങനെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൈകളിലെത്തുന്നു? ഇതിനു പിന്നിലെ കഥ ഒരു സങ്കീർണമായ ശൃംഖലയാണ്. നിയമവിരുദ്ധ വ്യാപാരം, രാഷ്ട്രീയ തന്ത്രങ്ങൾ, ഭരണകൂടങ്ങളുടെ ഒളിപ്പോര്, കോർപ്പറേറ്റ് ലാഭക്കൊതി തുടങ്ങിയ നമുക്ക് അറിയാത്ത പല കാരണങ്ങളും ഇതിനു പിന്നിലുണ്ട്. സ്വാഗതം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ, വിമർശനങ്ങളും കമൻറ്റ് ചെയ്യാനും യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. ആയുധങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൈകളിലെത്തുന്നത് ഒരു ദുരന്തത്തിന്റെ തുടക്കമാണ്. എന്നാൽ ഇതൊരു യാദൃശ്ചിക സംഭവമല്ല. ഇതിനു പിന്നിൽ ഒരു സംഘടിത ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നു. ഈ ശൃംഖലയിലെ മുഖ്യ പങ്ക് വഹിക്കുന്നവർ ആരായിരിക്കും? ആദ്യം നോക്കേണ്ടത് ആയുധ നിർമ്മാതാക്കളെയാണ്. അമേരിക്കയിലെ ലോക്ഹിഡ് മാർട്ടിൻ ബോയിങ്, റഷ്യയിലെ റോസ്ബറോൺ എക്സ്പോർട്ടേഴ്സ്, യൂറോപ്പിലെ BAE സിസ്റ്റംസ്, ചൈനയിലെ നോറിൻകോ തുടങ്ങിയവരാണ് ആഗോള ആയുധ വിപണിയിലെ പ്രധാന കളിക്കാർ. ഈ കമ്പനികൾ രാജ്യങ്ങളുമായി കരാറുകൾ ഉണ്ടാക്കി ആയുധങ്ങൾ വിൽക്കുന്നു. പക്ഷേ ഈ ആയുധങ്ങൾ പലപ്പോഴും നിയന്ത്രണമില്ലാതെ മറ്റ് കൈകളിലും എത്തിച്ചേരുന്നുണ്ട്. നിയമപരമായ ആയുധ വ്യാപാരം ഒരു രാജ്യത്തിന്റെയോ സൈന്യത്തിന്റെയോ ഔദ്യോഗിക സേനകൾക്ക് വേണ്ടി നടക്കുന്നു. എന്നാൽ നിയമവിരുദ്ധമായ വ്യാപാരം അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റ് ഒരു വലിയ പ്രശ്നമാണ്. SIPRAയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങളിൽ 10 മുതൽ 15% വരെ നിയമവിരുദ്ധമായ വിപണിയിലൂടെ ഒഴുകുന്നവയാണ്. ഈ ആയുധങ്ങൾ മിക്കപ്പോഴും മൂന്നാം ലോക രാജ്യങ്ങളിലെ അസ്ഥിരമായ ഭരണകൂടങ്ങളിലേക്കോ കലാപകാരികളിലേക്കോ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്കോ എത്തിച്ചേരുന്നു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ, സിറിയയിലെ ISIS, ആഫ്രിക്കയിലെ ബൊക്കോ ഹറാം, മ്യാൻമറിലെ കലാപകാരി ഗ്രൂപ്പുകൾ. ഇവർക്ക് ആധുനിക ആയുധങ്ങൾ ലഭിക്കുന്നത് എങ്ങനെയാണ്? ഇവർക്ക് സ്വന്തമായി ആയുധ ഫാക്ടറികളോ ഗവേഷണ വിഭാഗങ്ങളോ ഇല്ല. അതിന് മാത്രം ബുദ്ധിയുമില്ല. പക്ഷേ AK-47, RPG-7, C4 സ്ഫോടക വസ്തുക്കൾ, ഡ്രോണുകൾ പോലും ഇവർ ഉപയോഗിക്കുന്നു. ഇതിന്റെ ഉത്തരം ആയുധങ്ങളുടെ ലീക്കേജ് എന്ന പ്രതിഭാസത്തിലാണ്. ആയുധ വ്യാപാരത്തിന്റെ ഒരു പ്രധാന ഭാഗം നടക്കുന്നത് ഡാർക്ക് വെബിലൂടെയും നിയമവിരുദ്ധ മധ്യസ്ഥന്മാർ വഴിയുമാണ്. ഈ ശൃംഖലകൾ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപകമാണ്. ഉദാഹരണത്തിന് ലിബിയ, സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ കടൽ മാർഗമോ കരമാർഗമോ അനധികൃതമായി കടത്തപ്പെടുന്നു. ഈ വ്യാപാരത്തിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഭരണകൂടങ്ങൾ, കലാപകാരികൾ, ക്രിമിനൽ ഗ്രൂപ്പുകൾ എന്നിവരാണ്. ചിലപ്പോൾ രാജ്യങ്ങൾ തങ്ങളുടെ തന്ത്രപ്രധാന താല്പര്യങ്ങൾക്കായി തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങൾ നൽകാറുണ്ട്. 1980-കളിൽ അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദീനുകൾക്ക് അമേരിക്കയും പാകിസ്ഥാനും ആയുധങ്ങൾ നൽകി, സോവിയറ്റ് യൂണിയനെതിരെ പോരാടാൻ. ഇതേ ആയുധങ്ങൾ പിന്നീട് താലിബാന്റെയും അൽഖ്വയ്ദയുടെയും കൈകളിലെത്തി. ഇതുപോലെ സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ പല രാജ്യങ്ങളും വിവിധ കലാപകാരി ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങൾ നൽകി. അവയിൽ ബഹുഭൂരിപക്ഷവും ISISന്റെ കൈകളിലെത്തി. ഭരണകൂടങ്ങളിലെ അഴിമതിയും ആയുധൊഴുക്കിന്റെ ഒരു പ്രധാന ഘടകമാണ്. പല രാജ്യങ്ങളിലും സൈനിക ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഭരണാധികാരികൾ ആയുധങ്ങൾ കള്ളവിപണിയിലേക്ക് വിൽക്കുന്നു. ഉദാഹരണത്തിന് ഉക്രൈനിൽ 2022 ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളിൽ ചിലത് കരിഞ്ചന്തയിൽ വിൽക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഡാർക്ക് വെബിൽ വെടിയുണ്ടകൾ മുതൽ മിസൈലുകൾ വരെ വിൽക്കപ്പെടുന്നു. 2020 യൂറോപ്പോളിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഡാർക്ക് വെബിൽ 3D പ്രിന്റഡായ തോക്കുകൾ വരെ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. യുദ്ധം ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസിന്റെ കേന്ദ്രത്തിൽ ആയുധ കച്ചവടമാണ് പ്രധാനം. ലോകത്തിന്റെ പ്രധാന ആയുധ നിർമ്മാതാക്കൾ, രാജ്യങ്ങൾ, കോർപ്പറേറ്റുകൾ ഇവർക്കെല്ലാം യുദ്ധം ഒരു ലാഭകരമായ ബിസിനസ്സാണ്. ഒരു F-35 യുദ്ധവിമാനത്തിന്റെ വില $100 മില്യൺ മുകളിലാണ്. ഒരു ബ്രഹ്മോസ് മിസൈലിന്റെ വില ഏകദേശം $3 മില്യൺ. ഈ ആയുധങ്ങൾ വിൽക്കുന്നതിലൂടെ കമ്പനികൾക്കും രാജ്യങ്ങൾക്കും ലഭിക്കുന്നത് വൻ ലാഭമാണ്. എന്നാൽ ഈ ലാഭത്തിന്റെ വില മനുഷ്യരക്തമാണ്. ഓരോ ആയുധവും, ഓരോ ബോംബും, ഓരോ വെടിയുണ്ടയും ഒരു ജീവനെ കവർന്നെടുക്കാൻ ഉപയോഗിക്കപ്പെടാം. സിറിയയിലെ യുദ്ധം, യമനിലെ സംഘർഷം, അഫ്ഗാനിസ്ഥാനിലെ കലാപങ്ങൾ ഇവയെല്ലാം ആയുധ വ്യാപാരത്തിന്റെ ഫലമാണ്. ഈ യുദ്ധങ്ങളിൽ സാധാരണ മനുഷ്യർ, കുട്ടികൾ, സ്ത്രീകൾ ഇവർക്കാണ് ജീവൻ എപ്പോഴും നഷ്ടപ്പെടുന്നത്. എന്നിട്ടും ആയുധ കച്ചവടം തടസ്സമില്ലാതെ തന്നെ ഈ ലോകത്ത് തുടരുന്നു. ആയുധ വിപണി ഒരു രാഷ്ട്രീയ കളിപ്പാട്ടമാണ്. ലോകശക്തികൾ തങ്ങളുടെ തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾ നിലനിർത്താൻ ആയുധ വ്യാപാരം ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് അമേരിക്കയും റഷ്യയും പരസ്പരം മത്സരിക്കുന്ന രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കുന്നു.
ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യക്ക് ഫ്രാൻസിൽ നിന്ന് റാഫേൽ വിമാനങ്ങളും അമേരിക്കയിൽ നിന്ന് അപ്പാഷെ ഹെലികോപ്റ്ററുകളും ലഭിക്കുമ്പോൾ പാകിസ്ഥാന് ചൈനയിൽ നിന്ന് JF-17 യുദ്ധവിമാനങ്ങളും റഷ്യയിൽ നിന്ന് Mi-35 ഹെലികോപ്റ്ററുകളും ലഭിക്കുന്നു. ഈ മത്സരം ആയുധ വിപണിയെ കൂടുതൽ വളർത്തുന്നു. അതിന്റെ ഒരു ഭാഗമാണ് പ്രോക്സി വാർ അഥവാ ഒളിപ്പോര്. വലിയ രാജ്യങ്ങൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ മറ്റു രാജ്യങ്ങളിലെ കലാവികാരികളെയോ തീവ്രവാദ ഗ്രൂപ്പുകളെയോ ഉപയോഗിക്കുന്നു. 1980-ൽ അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദീനുകൾ, 2010-ലെ സിറിയൻ കലാപകാരികൾ, ഇവർക്കെല്ലാം വലിയ രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചിരുന്നു. ഈ പിന്തുണയുടെ ഒരു പ്രധാന ഭാഗം ആയുധങ്ങളാണ്. ഇന്ത്യ ലോകത്തിന്റെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നാണ്. 2019-23 കാലയളവിൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയുടെ 36% റഷ്യയിൽ നിന്നും, 14% ഫ്രാൻസിൽ നിന്നും, 11% അമേരിക്കയിൽ നിന്നുമാണ്. എന്നാൽ ഇന്ത്യ ഇപ്പോൾ ആയുധ നിർമ്മാണത്തിനും ശക്തമായ പുരോഗതി കൈവരിക്കുന്നുണ്ട്. ബ്രഹ്മോസ് മിസൈൽ, തേജസ് യുദ്ധവിമാനം, ആകാശ് മിസൈൽ ഇവയെല്ലാം മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമാണ്. 2025-ലെ ഓൺലൈൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ 80 രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ആയുധങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൈകളിൽ എത്തുന്നതിനെക്കുറിച്ച് വലിയ റിപ്പോർട്ടുകളില്ല. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം കർശനമായ നിയന്ത്രണങ്ങൾ വിധേയമാണ്. എന്നിരുന്നാലും അതിർത്തി പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കാശ്മീരിൽ നിയമവിരുദ്ധ ആയുധ വ്യാപാരം നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ ആയുധങ്ങൾ മിക്കവാറും പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ കടത്തപ്പെടുന്നവയാണ്. ആയുധ കച്ചവടം ഒരു ധാർമ്മിക പ്രശ്നമാണ്. ഒരു വശത്ത് രാജ്യങ്ങൾക്ക് സ്വന്തം പ്രതിരോധത്തിനായി ആയുധങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഈ ആയുധങ്ങൾ തെറ്റായ കൈകളിലെത്തുമ്പോൾ അത് ലോകത്തിന്റെ സമാധാനത്തിന് ഭീഷണിയാവുന്നു. യുദ്ധം ഒരു ബിസിനസ്സായി മാറുമ്പോൾ മനുഷ്യത്വം പലപ്പോഴും മറക്കപ്പെടുന്നു. ലോകം സമാധാനത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ആയുധ വ്യാപാരം ഈ സമാധാനത്തിന് വിലങ്ങുതടിയാവുന്നു. ഓരോ ആയുധവും, ഓരോ ബോംബും, ഓരോ വെടിയുണ്ടയും ഒരു ജീവൻ കവർന്നെടുക്കാൻ ഉപയോഗപ്പെടാം. ഈ യാഥാർത്ഥ്യം ലോകശക്തികൾക്ക് ഒരു ധാർമ്മിക ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ യുദ്ധം ഒരു വലിയ ബിസിനസ്സാണ്. ആയുധ കച്ചവടം ഈ ബിസിനസിന്റെ ഹൃദയമാണ്. ലോകശക്തികൾ, കോർപ്പറേറ്റുകൾ, മധ്യസ്ഥന്മാർ ഇവരെല്ലാം ഈ ബിസിനസിന്റെ ഭാഗമാണ്. എന്നാൽ ഈ ബിസിനസിന്റെ വില മനുഷ്യരക്തമാണ്. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങൾ ലഭിക്കുന്നത് ഈ ബിസിനസിന്റെ ഒരു ദുരന്ത ഫലമാണ്. ലോക സമാധാനത്തിനായി ഈ ശൃംഖല തകർക്കേണ്ടതുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇത് അവസാനിപ്പിക്കാൻ ലോകത്തെ പ്രധാനപ്പെട്ട ശക്തികൾ ശ്രമിക്കുന്നില്ല. ഒരേ സമയം അവർ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് ആയുധങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ വിൽക്കുകയും ചെയ്യും. ലോകത്തിന്റെ സമാധാനത്തിനായി ഈ അനധികൃതമായ ആയുധ കച്ചവടങ്ങൾ നിർത്തലാക്കാൻ കഴിയാത്തതല്ല. നിർത്താൻ കഴിയാത്തത് കൊണ്ടല്ല, നിർത്താതിരിക്കുന്നതാണ് പല ലോകരാജ്യങ്ങളുടെയും താല്പര്യം എന്നതുകൊണ്ടാണ് ഈ അധാർമികമായ ആയുധ കച്ചവടം നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ തീർച്ചയായും നമുക്ക് പങ്കുവെക്കാവുന്നതാണ്.